എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കലോത്സവത്തിന്റെ തിരുവനന്തപുരമൊക്കെ കഴിഞ്ഞിട്ടോ കണ്ണൂർ കപ്പ് കൊണ്ടുപോയി. എല്ലാവർക്കും അറിയാലോ. കണ്ണൂർ പോയി കാണാനൊന്നും കഴിഞ്ഞില്ല. സമാപനം ഭയങ്കര തിരക്കായിരുന്നു. സമാപനം കാണാൻ പോയി കഴിഞ്ഞില്ല. ആളുകളുടെ കണ്ടുകൊണ്ട് വന്നു. കപ്പ് കൊണ്ടുവന്നത് കാണാൻ കഴിഞ്ഞില്ല. ഉണ്ടെങ്കിൽ പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോയി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇന്ന് എന്താ കറി വയ്ക്കുന്നത് ചോദിച്ചാൽ ഇന്ന് പച്ചത്തീയലാണ്. വളരെ സിമ്പിളായ ഒരു പച്ചത്തീയലാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇന്നലെ ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് കറങ്ങാൻ പോയി. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ 7 മണിയായി. ഇന്നലത്തെ ലൈവ് ക്യാൻസലായി. ലൈവ് ഇടാൻ പറ്റില്ല. ഫ്ലവർ ഷോയിൽ പോയിട്ട് അവതാരണം കണ്ടിട്ട് വന്നു. എനിക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നടക്കൂല. അമ്മയ്ക്ക് പൂ കണ്ടിട്ട് ബോധം പോയി. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. കുറേ പൂവുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. പൂ ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങിക്കോളൂ. പൂവൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. പൂ വിൽക്കാനും വെച്ചിട്ടുണ്ട്, കാണാനും വെച്ചിട്ടുണ്ട്, ചെടികളൊക്കെ വിത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഉളുന്ത് വെണ്ടയ്ക്കാട്ടാ. ഏത് പച്ചക്കറിയും കൊണ്ട് ഉണ്ടാക്കാം. ഇവിടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളു. പിന്നെ കുറേ സ്റ്റാളുണ്ട് അല്ലേ? അവിടെ വിട്ടിട്ടില്ല എപ്പോഴും. ചെറിയൊരു മുടി വെയിലാവണോളൂ. നമുക്ക് പച്ചത്തീയലിനെ ഒന്ന് മുളക് മല്ലി ഒന്ന് ചൂടാക്കി എടുക്കണം. മുഴുവൻ മുളകാണ്. ഒരു 6-7 വറ്റൽ മുളക് ചൂടാക്കാം. ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് മുഴുവൻ മല്ലിയും ഒരു 1/4 ടീസ്പൂണ് ഉലുവയും. ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരു കണ്ട് കറിവേപ്പില. ഇത്രയും മതി. ഇത്ര ചൂടായി. ഈ ചെറിയൊരു മുറി തേങ്ങ, ചെറുത് മതി കേട്ടോ. ചെറിയൊരു മുറി തേങ്ങ ഈ കൂട്ടുകയിലിടുക. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. എല്ലാം കൂടി അരച്ചിട്ട് വരാം. നമുക്ക് തീയൽ വയ്ക്കാം. വലിയൊരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 3 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് വേട്ടപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. കഷ്ണം എന്താ നോക്കാം. പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 വെണ്ടയ്ക്ക കേട്ടോ. അത് വറുത്തതാണ് വെണ്ടയ്ക്ക. ഒന്ന് ചൂടാക്കി എടുത്താണ്. ഒരു 2 തക്കാളിയും. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഇട്ടാ. ഒന്നും കൂടി നന്നായി തിളച്ച് വേകട്ടെ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്ന് പുളി ഒഴിച്ചിട്ട് ഞങ്ങളുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി ജാറ് കഴിഞ്ഞിട്ട് വെള്ളം തിളക്കണല്ലേ.
ഇനി അരപ്പൊഴിച്ചിട്ടേ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരപ്പൊഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു. ഇനി ഓഫാക്കുക. ഇനി താളിച്ച് കൊടുക്കുക കേട്ടോ. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക്, ഒക്കട്ടാണ്ട് 2 വറ്റൽ മുളക്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഓഫാക്കുക. സൂപ്പർ പച്ചത്തീയിലിട്ടാ. അടിപൊളി പച്ചത്തീയിലിട്ടാ. അങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. കയ്പ്പയ്ക്കും ക്യാരറ്റും തോരനാണ് കേട്ടോ. ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ കഴിക്കില്ല. അങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാ. അത് കാണിച്ചില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ അതെ, ഷോർട്സ് ഇട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ആയിട്ടാ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് സ്കൂളിൽ 6 ദിവസം സ്കൂളില്ലാണ്ട്. എൻ്റെ വെക്കേഷൻ എന്നാ കഴിഞ്ഞ്. അതിനുണ്ട് അടിപൊളി. കയ്പ്പയ്ക്കൊന്നും കയ്പ്പ അറിയില്ല. ഒന്നും അറിയില്ല. ക്യാരറ്റും സവാള നല്ലോണം ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചത്തേര് പറയാനില്ല. ഇത് തൃശ്ശൂർ ശക്തനിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കാണാൻ പോയതാണ്. നിറച്ചു പൂക്കളാണ്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് പൂക്കൾ കാണാൻ. പല വിധത്തിലാണ്. നിറയെ പൂക്കളുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. വെറൈറ്റി പൂക്കൾ. പൂക്കൾ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നോ. അതെ, 27-ാം തീയതി വരെ ഉള്ളൂ. ജനുവരി 27-ാം തീയതി വരെ ഉള്ളൂ. ഉണ്ടാക്കാണേ. പൂക്കൾ നമുക്ക് കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയുണ്ട്. ഇതിൽ കുറച്ചായിട്ടുള്ളൂ മുഴുവൻ. ഈ പൂവിൻ്റെ ഒക്കെ പേരറിയണവർ കമൻറ്റ് ചെയ്യുക. ഉണ്ടോ? ഇത് നേരിട്ട് കാണണം കേട്ടോ. എന്തൊരു ഭംഗിയാണ് അറിയോ. മൊബൈലിലേക്കാളും ഭംഗി നേരിട്ട് കാണാൻ. നമ്മുടെ ക്യാമറ ക്ലിയർ ഇല്ലാണ്ടാണ്. 2 സൈഡിലും നടുക്കിലൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ പൂ കണ്ട് അന്തം വിട്ടു. അത്രയും പൂക്കൾ. ഇത് വിൽക്കാനും ഉണ്ട്, പിന്നെ കാണാനും ഉണ്ട് കേട്ടോ. അതൊക്കെ വിൽക്കാൻ വെച്ചതാണ് തോന്നുന്നുണ്ട്. ഇതൊക്കെ കാണാൻ വെച്ചത്. പിന്നെ മേടിക്കുന്നുണ്ട് ആൾക്കാർ. അമ്മ പൂവിനെ തൊട്ട് നടക്കുക. എന്താ ചട്ടിയിലടി നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അടുക്കിയിട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലാണ് തോന്നുന്നു കൂടുതലും പോകുന്നത്. പൂ ഇഷ്ടമുള്ള ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതൊക്കെ. ഈ പൂവിൻ്റെ ഒക്കെ പേരറിയണവർ കമൻറ്റ് ചെയ്യുക. കൂടുതൽ മറ്റേ ആ കടലാസ പൂവുണ്ട് കൂടുതൽ. പിന്നെ പലതരം ജമന്തികളാണ്. എന്താ ഇതൊക്കെ വെറൈറ്റിയാണ്. ഇതിലൊന്നും തിരിച്ചറിയില്ല. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ അത് വെറൈറ്റി പൂക്കളാണ്. ഫോണിൽ കാണുമ്പോൾ പ്രത്യേകത തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകത കണ്ട് എടുത്താണ് കേട്ടത്. എന്ത് പൂവാണെന്നൊരു പിടുത്തമില്ല. ഇതണ്ട ഈ മഞ്ഞ ഒരു പ്രത്യേകതയാണ്. കൂണ് പോലെ, നെല്ല് പോലെ ഒരു കതിര് പോലെ എന്തൊക്കെയോ ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക. അതെ.